യോശുവയുടെ പുസ്തകം അദ്ധ്യായം 18. അനന്തരം യിസ്രായേൽ മക്കൾ ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമനകൂടാരം സ്ഥാപിച്ചു. ദേശം അവർ കീഴടക്കിയിരുന്നു. എന്നാൽ യിസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ യിസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം അലസരായിരിക്കും. ഓരോ ഗോത്രത്തിൽനിന്ന് 3 പേരെ വീതം നിയമിപ്പീൻ. അവർ ദേശം ചുറ്റിനടന്ന് തങ്ങൾക്ക് അവകാശമായി കിട്ടേണ്ട ഭൂമി സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി എന്റെ അടുക്കൽ മടങ്ങിവരേണം. യെഹൂദാഗോത്രം ദേശത്തിന്റെ തെക്കുഭാഗത്തും യോസേഫ് ഗോത്രം വടക്കുഭാഗത്തും പാർത്തുകൊള്ളട്ടെ. ശേഷിക്കുന്ന ദേശം 7 ആയി ഭാഗിക്കേണം. നിങ്ങൾ ദേശം 7 ഭാഗമായി വിഭാഗിച്ച രേഖ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാൻ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽവെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ല. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും അവരുടെ അവകാശം യോർദ്ദാന് കിഴക്ക് യഹോവയുടെ ദാസനായ മോശെ പറഞ്ഞതുപോലെ വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. നിങ്ങൾ ദേശത്തുകൂടി സഞ്ചരിച്ച് അവകാശഭൂമിയെപ്പറ്റി വിവരങ്ങളുമായി ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്കുവേണ്ടി ചീട്ടിടേണ്ടതിന് മടങ്ങിവരികയും ചെയ്‌വീൻ എന്ന് യോശുവ അവരോട് പറഞ്ഞിരുന്നു. അവർ ദേശം ചുറ്റി സഞ്ചരിച്ച് പട്ടണങ്ങളുടെ വിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു. യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽവെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെവെച്ച് യോശുവ യിസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ ഗോത്രത്തിന് കുടുംബമായി നറുക്കുവീണു. അവരുടെ അവകാശദേശത്തിന്റെ അതിർ യെഹൂദയുടെ മക്കളുടെയും യോസേഫിന്റെ മക്കളുടെയും മദ്ധ്യേയായിരുന്നു. അവരുടെ വടക്കെ അതിർ യോർദ്ദാനിൽ തുടങ്ങി യെരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത്-ആവെൻ മരുഭൂമിയിൽ അവസാനിക്കുന്നു. അവിടെനിന്ന് ആ അതിർ ബേഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത്ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതെരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറെ വശത്ത് ബേത്ത്ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യെഹൂദാ മക്കളുടെ പട്ടണമായ കിര്യത്ത്യെയാരീം എന്ന കിര്യത്ത്ബാലയിൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറെ അതിർ. തെക്കെ അതിർ കിര്യത്ത്യെയാരീമിന്റെ സമീപത്തുനിന്ന് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ ഉറവുവരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയുംരെഫായീം താഴ്വരയുടെ വടക്കുവശത്തുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടെ തെക്കോട്ട് യെബൂസ്യപർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻരോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻശെമേശിലേക്കും അദുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗെലീലോത്തിലേക്കും ചെന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചരിവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത്ഹൊഗ്ലയുടെ മലഞ്ചരിവ് വരെ കടന്ന് തെക്ക് യോർദ്ദാന്റെ നദീമുഖത്ത് ചാവുകടലിന്റെ വടക്കെ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കെ അതിർ. കിഴക്കെ അതിർ യോർദ്ദാൻ ആകുന്നു. ഇതാകുന്നു ബെന്യാമീൻ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരിഹോ, ബേത്ത്ഹൊഗ്ല, ഏമെക്കെസീസ്, ബേത്ത് അരാബ, സെമറയീം, ബേഥേൽ, അവ്വീം, പാര, ഒഫ്രെ, കെഫാർ അമ്മോനി, ഒഫ്നി, ഗിബ ഇങ്ങനെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഗിബെയോൻ, രാമ, ബെരോത്ത്, മിസ്പെ, കെഫീര, മോസ, രേക്കം, ഇർപ്പേൽ, തരല, സേല, ഏലെഫ്, യെരൂശലേം എന്ന യെബൂസ്യ നഗരം, ഗിബെയത്ത്, കിര്യത്ത് ഇങ്ങനെ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഇതാകുന്നു ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം.